ഇത് ഈ തെരുവിന്റെ ചാരിത്രത്തിന്റെ പ്രശ്നമാണ്. ഒരു മലയാളിക്ക് ഒഴിഞ്ഞു മാറാൻ അവകാശമില്ല. അപ്പോ സാറിന് കൈയക്ഷരം ആദ്യം പരിശോധിക്കാം. നമുക്കതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ. മാത്രമല്ല, ഒരു പട്ടാളക്കാരന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിരിക്കും എന്നുള്ളതാണ്. സത്യം പറയാനല്ലോ സാറേ, ഇക്കാര്യത്തിൽ എനിക്ക് സാറിനെയും സംശയമുണ്ട്. നിനക്ക് ഈ ഐഡിയ പറഞ്ഞു ചാരിത്രം കുഴപ്പമില്ല, പക്ഷേ മേനോ സാറിന് കൈയക്ഷരം പരിശോധിക്കണം. മേനോ സാറിന് എനിക്ക് സംശയമില്ല. ഞങ്ങൾ രണ്ടുപേരും പരിശോധകന്മാരാണ്. അങ്ങോട്ട് എഴുതു കുമാരൻ നായരെ. താൻ എന്തോട് പറയുന്നു? എടോ ഗോപി, ഏതോ വിവരം കിട്ടവൻ എന്തോ എഴുതിയെന്ന് വെച്ച് ഇത്രയും പേരുടെ സമയം മെനക്കെടുത്തണോ? സാർ അങ്ങനെ പറയരുത്. സാറിന്റെ ഭാര്യയ്ക്കാണ് ഇതേ പ്രേമലേഖനം കിട്ടിയിരുന്നത്. സാർ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ പ്രേമലേഖനം എഴുതി അവൻ, അല്ലെങ്കിൽ ഞാൻ. രണ്ടുപേരും കൂടെ അങ്ങനെ ഒരുമിച്ച് തെരുവ് താമസിക്കണ്ട. വാചകം അടിക്കാതെ കൈയക്ഷരം നോക്കണോ. അല്ല, ഇതൊരുപോലെ ഞാൻ എഴുതാ. പിന്നെ ഇവിടെ പുതുതായി വന്ന ചില വീരന്മാരൊക്കെ എനിക്ക് സംശയമുണ്ട്. പുതുതായി വന്നവൻ ഞാനാ. പരിശോധനയ്ക്ക് തയ്യാറായിട്ട് തന്നെയാ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇതല്ല. അപ്പൊ ഞാനല്ലല്ലോ. അപ്പൊ ഞാൻ പോയിക്കോട്ടെ. പോകാം, പക്ഷെ ഇനി സംശയം വിളിക്കും. ഈ മര്യാദക്കാരന് പോകാനായി വഴി തരൂ. മാറൂ. ഇതും അല്ല. സാർ ഇങ്ങോട്ട് പോയാട്ടെ. അടുത്തയാളോ എന്തിനാ കിടന്ന് തള്ളുന്നേ? എഴുത്. ഞാനിപ്പോ എന്താ എന്റെ തുമ്പപ്പൂ കുരുന്നേ, എന്റെ തുമ്പപ്പൂ കുരുന്നേ. ഇതല്ല, എന്തായാലുമില്ല. അടുത്തയാള് പ്രേമലേഖനം എഴുതിയത് നീയല്ലേ? അതെന്നാ എന്റെ കയ്യില്? ഇനിയും കൊടുക്കാൻ വേണ്ടി എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുകയാണല്ലേടാ? അയ്യോ വിശ്വാ, പതുക്കെ പതുക്കെ. എല്ലാരും കൂടെ ചേർന്ന് എന്നെ തല്ലി കൊന്നുകളയും. നീ ഇത്തരക്കാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഇവിടെ താമസിക്കില്ലായിരുന്നു. അതും കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീക്ക് കത്തെഴുതാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നു? അത് ഞാൻ അവർക്ക് എഴുതിയതല്ല. അത് പിന്നെ ഞാൻ അത് പറയടാ. അയ്യോ, അവർക്ക് എഴുതിയത് തന്നെ. എടാ ഭയങ്കര, എന്റെ വിശ്വാ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. നീ എന്നെ കൊലയ്ക്ക് കൊടുക്കരുത്. നാട്ടുകാരിതറിഞ്ഞാൽ എന്റെ മാനം, ഞാൻ ഇത്ര നാൾ ഉണ്ടാക്കിയെടുത്ത എന്റെ പേര് എല്ലാം പോവും. പ്ലീസ്, ഞാൻ ഇനി ജന്മത്തെ ആവർത്തിക്കില്ല. ഇനി നിന്റെ സ്വന്തം അച്ഛന് പോലും കത്തെഴുതുന്നത് ഞാൻ കാണാൻ ഇടവരരുത്. ഇല്ല, ഇനി ഓഫീസിൽ വെച്ചല്ലാതെ ഞാൻ പേന തുറക്കില്ല. ഓക്കെ, എനിക്കൊരു 50 രൂപ വേണം. 50 ചില്ലറയില്ല. സാരമില്ല, 100 പല ചെലവുകളുള്ളതാണ്. ഈ രഹസ്യങ്ങൾ ഇവിടുത്തെ അടുപ്പിൽ എരിഞ്ഞു പുകഞ്ഞമരട്ടെ. See you.
ഏയ്, വാ, വാ, വാ. എല്ലാരും വാ. മിനിസ്റ്റർക്ക് കൊടുക്കാനുള്ള നിവേദനവും പിന്നെ നമ്മൾ പിരിച്ചെടുത്ത തുക പാർട്ടി ഫണ്ടിലേക്കുള്ള സംഭാവന രണ്ടും മിസ്റ്റർ വിശ്വനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെ എന്റെ പ്രത്യേകമായ അഭ്യർത്ഥന തുടർന്ന് അദ്ദേഹം ഇപ്പോൾ തന്നെ മിനിസ്റ്ററെ നേരിട്ട് വിളിച്ച് സംസാരിക്കുന്നതാണ്. ആ നമ്പർ എന്തായാലും നമ്പർ 88037. ഔസപ്പേ, ആ ഇനി നിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ തോന്നിവാസം ഒന്നും ഇവിടെ നടപ്പില്ല. കണക്ഷൻ കൊടുക്കാൻ വെള്ളം എവിടെ? മന്ത്രിയുടെ വീട്ടിൽ പോലെ ഇല്ലേ വെള്ളം? പിന്നെ ഇവിടെ അല്ലേ? 88037. 88037 മിനിസ്റ്റർ ഓഫീസ് താനെ. ഒരു സെക്കൻഡ്. ഹലോ, can I speak to PWD minister? Pardon? I am Vishwanath here. Minister's classmate. மினிஸ்டர் இப்ப இங்க இல்ல சார், கான்ஃபரன்ஸ் நடந்துகிட்டு இருக்கு. அது பரவாயில்ல, விஸ்வநாத் கூப்பிடுறதாக சொல்லுங்க. கான்ஃபரன்ஸ் பரவாயில்லையா? எந்த இடம் நினைச்சு பேசுறீங்க? முத்துகிருஷ்ணன் எப்ப வரும்? முத்துகிருஷ்ணன் தான் மினிஸ்டர் பேர் சொல்லியா கூப்பிடுறது? யாரா நீ? என்ன பத்தி அவன் நிறைய சொல்லிருக்கா. அவனா? உன்னை பற்றி சொல்றதா? ஸ்டூபிட். யாரா நீ? அவன் வைஃப் கேட்டாச்சா, வீட்டுல வர்றதுக்கு டைம் கிடைக்கலப்பா. டேய் பைத்தியக்கார ராஸ்கல், நீ எங்க இருந்து பேசுறது? தைரியம் இருந்தா சொல்லுடா, உன்னை இப்பவே நான் ஜெயிலுக்கு அனுப்புறேன். சொந்த விஷயம் கிடையாது. அவன் என்ன நினைச்சிட்டு இருக்கு? சிட்டில நிறைய இடத்துல அவன் வாட்டர் கனெக்ஷனே கொடுக்கலையே. என்ன? Shut up, you bugger. உடனடியா நடவடிக்கை எடுக்க சொல்லு. சரி சரி பண்றியா? நான் நேரடியா அங்க வரேன், வந்து பேசுறேன். சும்மா வேண்டாம், பார்ட்டிக்கு பார்ட்டி ஃபண்ட்ல டொனேட் பண்றேன். என்ஜினியரா? இல்ல, இன்ஜினியர் இங்க ஒண்ணுமே பண்ணல, அதுதான் பேசிட்டு இருக்கேன். மூஞ்சி உடைச்சிருவேன் ராஸ்கல். போறீங்கடா. முத்துகிருஷ்ணன் வந்தா விவரமா சொல்லுங்க, நான் நேரடியா அங்க வரேன். உங்க பேர் என்ன? ஓ, ராஜமாணிக்கமா? ராஜமாணிக்கம் உங்க அப்பா ஸ்கவுண்டர். ഓക്കെ ബൈ ബൈ. മൂപ്പരുടെ വൈഫ് അന്വേഷിച്ചെന്ന്. അവൻ ലവ് മാരേജ് ആയിരുന്നേ. രജിസ്റ്റർ ഓഫീസിൽ ഞാനായിരുന്നു സാക്ഷി. ഏതായാലും നാളെ തന്നെ മുത്തുകൃഷ്ണനെ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കായേ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഓക്കെ. നമുക്ക് കുടിക്കാൻ എന്താണാവോ? പോയാ അയ്യോ, വണ്ടിക്ക് ലേറ്റ് ആയിடுச்சு. இந்த வண்டி விட்டு வீட்டுக்கு போக முடியாது. ஒரு ദിവസം നേരത്തെ പോണ വിചാരിച്ച നടക്കത്തില്ല. ഒന്ന് വേഗം നടക്കണേ. അങ്ങോട്ടോ. തന്റെ കൂട്ടുകാരൻ ശരിക്കും PWD മിനിസ്റ്റർ കൂടെ പഠിച്ചാണോ? എന്താ അല്ല, വെറുതെ വെച്ചെന്നുള്ളൂ. വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ? ആ, ആ.